ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും വീഡിയോ ആയിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പെട്ടെന്ന് വരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റേഡിയേഷൻ നമ്മൾ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്കൊക്കെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റേഡിയേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് ഈ ഒരു സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് കളറ്. ഇപ്പം ത്രോട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റ് സൈഡിലുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രസ്റ്റിലെ പ്രശ്നങ്ങളും റൈറ്റ് സൈഡായിരുന്നല്ലോ. അപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിലൊക്കെ ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ എല്ലാം കൂടി നമുക്ക് കുറച്ചായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് വരാതിരുന്നത്. പിന്നെ അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ വിട്ട്, കോഴിക്കോടത്തെ വീടും കാര്യങ്ങളൊക്കെ വിട്ട് വന്നിട്ട് എല്ലാം നന്നായിട്ട് മിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ആയിട്ടും എല്ലാവരും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിൻ്റെ കാര്യമായിട്ട് എല്ലാവരെയും അങ്ങനെ അതുപോലെ എല്ലാവരുടെയും കോൾ എടുക്കാനോ അല്ലെ വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ റേഡിയേഷൻ ചെയ്യുന്നവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അധികം കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു റേഡിയേഷൻ എന്നുള്ളത് വലുതായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അത് വന്ന ശേഷം നമുക്കത് പതുക്കെ കവറാകത്തുള്ളൂ. പെട്ടെന്ന് കവറാകുന്നൊരു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത്. കാരണം നമ്മൾ ഈ ഒരു കീമോ എന്നുള്ള ഒരു സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീമോ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കവറാകും. പക്ഷേ റേഡിയേഷൻ്റെ ടൈമിൽ നമുക്ക് കവറാകാൻ കുറച്ചും കൂടെ താമസമുണ്ട്. പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ കണ്ടോ എൻ്റെ മുടിയൊക്കെ ഇത്രയും സെറ്റായിട്ടുണ്ട്, ഇത്രയും മുടിയൊക്കെ വളർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണകളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സാധാരണ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ കാച്ചി എണ്ണയൊക്കെ കാച്ചി ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. മോളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ റേഡിയേഷൻ ടൈമിൽ നമ്മൾ സോപ്പ് എണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതൊന്നും ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല. പക്ഷേ മുടിയുടെ വളർച്ച പാരമ്പര്യം എന്നൊക്കെ അത് പാരമ്പര്യം തന്നെ കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ മുടി വളരണം എന്നൊന്നുമില്ല. നന്നായിട്ട് മുടി വളരുന്നവർക്ക് നന്നായിട്ട് വളരും, അല്ലാത്തവർക്ക് അത്രയും സ്പീഡിലൊന്നും മുടിയൊന്നും വളരത്തൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇതൊക്കെ കഴിഞ്ഞ് ഓക്കെ ആകും കേട്ടോ. കീമോ കഴിയുന്ന സ്പോട്ടിൽ തന്നെ പിന്നെ മുടിയൊക്കെ വളരാൻ തുടങ്ങും. പിന്നെ റേഡിയേഷൻ്റെ ഭാഗത്ത് നമുക്ക് മുടി അവിടെ റേഡിയേഷൻ ചെയ്യുന്ന ഒരു ഭാഗത്തില്ല, തലയിലൊക്കെയാണ് റേഡിയേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുടിയുടെയൊക്കെ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. അല്ലാതെയൊക്കെ മുടിയൊക്കെ വളരും. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരിയൊക്കെ മുടിയൊക്കെ വന്നു. അപ്പോൾ ഇനി ഒരു വിഗൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എൻ്റെ പിരികമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. കൺപീലി എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കൺപിരികങ്ങളെല്ലാം ഇത് കണ്ടോ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് എന്താ പറയുക, ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം പോലും എനിക്കില്ലായിരുന്നു, എൻ്റെ പിരികമൊന്നും ഇത്രത്തോളം പോലും കറുപ്പില്ലായിരുന്നു. അതൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയുണ്ട്. അതൊക്കെ പതുക്കെ കവറായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ട്, പിന്നെ നാട്ടിലേക്ക് വന്നതുകൊണ്ടും ചക്കക്കുരു പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ കഴിക്കുന്നു. അപ്പം അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജറ്റിക്കാണ്. പിന്നെ എനിക്ക് അധികം അങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബദാം, പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ, പിന്നെ എന്താ പറയുക പിസ്ത, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ജ്യൂസിലാക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം മോളിവിടെ ഉള്ളത് കൊണ്ട് അവളെല്ലാം എനിക്ക് സെറ്റാക്കി തരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം മോളും കൂടെ പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും, അപ്പം അതിന് മുമ്പത്തേക്ക് എനിക്കൊന്ന് സെറ്റായിട്ടൊന്ന് കവറായി എടുക്കണം. അതങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഇത്രയും ദിവസം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് തൊണ്ടയുടെ ഒരു പ്രശ്നം കൊണ്ട് എന്താ പറയുക, എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ സംസാരത്തിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നാക്കിനൊരു ബുദ്ധിമുട്ട് പോലെ. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഇത് കവറാകാൻ തുടങ്ങി. ഇനി ഇത് കവറാകും, അതങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. ഡോക്ടർ 15 ദിവസത്തേക്ക് അത് ഒരു ബുദ്ധിമുട്ട് വരും, അത് കഴിയുമ്പോഴത്തേക്കൊക്കെ കുറയത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ 23-ാം തീയതി ഓൾറെഡി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇമ്മ്യൂണോതെറാപ്പി അന്നേരം തുടങ്ങുവാണ്. ഇമ്മ്യൂണോതെറാപ്പിയുടെ അന്നേരത്തെ എല്ലാം വിളിച്ചെല്ലാം സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്.
അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇമ്മ്യൂണോതെറാപ്പി, പിന്നെ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഈ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരുന്നതാണോ, ഇങ്ങനെയാണോ, എൻ്റെ ഒരു ക്യാൻസറിൻ്റെ ശൈലി എന്താണ്, അതൊക്കെ നോക്കാനുള്ള ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെന്നിട്ട് അന്ന് അന്നത്തെ ദിവസം ചെല്ലണം, അത് ചെയ്യണം. പിന്നെ ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്നതുകൊണ്ട് തൈറോയിഡിൻ്റെ ഒക്കെ പ്രോബ്ലം വരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ കുറച്ച് കാലങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും, നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തൈറോയിഡിൻ്റെ ടെസ്റ്റൊക്കെ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. അതിപ്പം എല്ലാ മാസവും ചെയ്യണം ഓൾറെഡി, അങ്ങനെ ഇതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളിലല്ല, ഓക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ ഓക്കെ ആകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ദൈവം വിചാരിക്കട്ടെ. കാരണം എല്ലാവരും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നിടത്തും എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന കുറേ ആൾക്കാർക്കും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ വിചാരിക്കാതെ പിന്നെ നമ്മൾ ഭയങ്കര സീരിയസ് ആണെന്ന് പറയുന്നവർക്കും ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ടും കടന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ തീരുമാനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുമ്പോട്ട് എന്തോ വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓൾറെഡി പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുക. പിന്നെ ഒത്തിരി ആൾക്കാർ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് എനിക്കൊരു ഒത്തിരി കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ എന്നാ പറയുക, അവരുടെയൊക്കെ കാര്യങ്ങളും അതൊക്കെ കാണുമ്പം ഞാനെല്ലാം എൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ സത്യം പറയാണ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഭയങ്കരമായിട്ട് അവരുടെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളൊന്നൊന്നുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും നെട്ടോട്ട് ഓടുവാണ്, ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നു, സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ കാണാൻ വേണ്ടി മറക്കുന്നു. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ ജീവിതം. അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ MBR പോലത്തെ ഒരു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് നമ്മൾ നിന്ന് കുറച്ച് ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് അവിടെയെല്ലാം നമ്മൾ നിന്ന് കുറച്ച് ദിവസങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് തിരിയും. എന്നിട്ട് നമ്മൾ പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എന്നാ പറയുക, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ശൈലി തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടൊരവസ്ഥ വരുന്നുണ്ട്. കാരണം ഞാൻ തന്നെയാണേലും ഹോസ്പിറ്റലിൽ പോകുന്നിടത്ത് എനിക്ക് തന്നെയാണേലും ആർക്കും ഇല്ല, ക്യാൻസർ ഇല്ല, വീട്ടിലാർക്കും ക്യാൻസർ ഇല്ല, കുടുംബത്തിലാർക്കും ഇല്ല, എനിക്കും വരത്തില്ല എന്ന് ചിന്തിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്നുമല്ല. അവിടെ ചെന്ന് കുഞ്ഞു മക്കൾക്ക് പോലും അവരുടെ അമ്മമാരുടെ വിഷമം, ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ 1000 വട്ടം വിഷമങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന ആ അമ്മയും അപ്പനൊക്കെ അനുഭവിക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ് നമുക്കൊക്കെ പറയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന ഫുഡ് നമുക്ക് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കീമോ ചെയ്യുന്നൊരവസ്ഥയിൽ, ഈ റേഡിയേഷൻ ചെയ്യുന്ന അവസ്ഥയിലും ഞാനിപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കുറേ സങ്കടങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാരണവന്മാരുടെ അവരുടെയൊക്കെ അവസ്ഥ എന്തുവാ, ഞാനതൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിക്കുവാണ് ആർക്കും ഇങ്ങനത്തെ ഒരു രോഗങ്ങളൊന്നും ജീവിതത്തിൽ വരാതിരിക്കട്ടെ, എല്ലാവരും കവറാകട്ടെ, വന്നവരൊക്കെ കവറാകട്ടെ. പിന്നെ ഇനി അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുമ്പോട്ടുണ്ടാകും. പറഞ്ഞാൽ ഇപ്പം തന്നെയാണെങ്കിലും പഴയ രീതിയിലൊന്നും അല്ല കേട്ടോ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടക്കും. അപ്പം ഇതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് എന്ന് ഞാൻ പറയുന്നിടത്ത് ഞാൻ പറയാം, എന്നെപ്പോലെ തന്നെ കുറച്ച് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് രോഗസുഖമാകട്ടെ, ദൈവം എല്ലാവർക്കും നല്ല അനുഗ്രഹം കൊടുക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാൻ വീഡിയോ ആയിട്ട് വരാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. പക്ഷേ എനിക്ക് തീരെ ഒരു വയ്യാണ്ടൊക്കെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിലേക്ക് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ.